അമേരിക്കൻ മലയാളികളുടെ ജീവിതവും അമേരിക്കയിലെ ജീവിത കാഴ്ചകളും മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന ഷിജോ പൗലോസ് എന്ന മാധ്യമ പ്രവർത്തകനെ കുറിച്ച്. എറണാകുളം ജില്ലയിലെ കൊറ്റമൻ സ്വദേശിയായ ഷിജോ പൗലോസ് ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തകനാണ്. ഇന്ത്യ പ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സെക്രട്ടറിയാണ് ഷിജോ പൗലോസ്. നീലശ്ശേരത്തെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന SNDP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷിജോ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക്. നമസ്കാരം ഷിജോ. ഒന്ന് പറയാമോ ഈ വളർച്ചയുടെ ഒരു ഘട്ടം? ആദ്യം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ഇൻ്റർവ്യൂ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വലിയ ആളൊന്നും ആയിട്ടില്ല. പക്ഷേ നീ പല പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഷിജോ ഒരു ഇൻ്റർവ്യൂ തന്നെ. ഇനി എന്തായാലും ഞാനൊരിക്കലും ചിന്തിച്ചതല്ല ഞാനൊരു മീഡിയ ഫീൽഡിലേക്ക് വരും എന്നുള്ളത്. കാരണം 2007 ഇവിടെ ഞാനൊരു ബിസിനസ്സിൽ ഒരു തകർച്ചയൊക്കെ സംഭവിച്ച് അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ആദ്യം പോകണ്ടേ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ, കാരണം ഇവിടെ എത്ര ആളുകളായിട്ടുള്ള പരിചയം, കൊറ്റമ വിട്ടു പോകാനുള്ള മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്, പിന്നെ രണ്ടും കൽപ്പിച്ച് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാവുള്ളൂ അമേരിക്കയ്ക്ക് പോകുമ്പോൾ വളരെ വിഷമത്തോടുകൂടി അമേരിക്കയ്ക്ക് പോകുന്ന ഒരാൾ ഒരു പക്ഷേ ഞാനായിരിക്കും ഉണ്ടാവുക. കാരണം ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, നാടായിട്ടുള്ള ബന്ധം. പിന്നെ അവിടെ ചെന്നു വേറൊരു ലോകത്തിലേക്ക് കടന്നു. ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അവിടെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നവും കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഒരു ക്യാമറ മേടിക്കുക. MCN എന്ന് പറഞ്ഞൊരു ചാനൽ ആരംഭം കുറിക്കുന്നൊരു സമയമായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ ഒരു ക്യാമറ മേടിക്കുക, എന്നിട്ട് നമുക്ക് MCN ചാനലിൽ അവിടെ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ നിനക്ക് തരാം. അങ്ങനെ ഞാനൊരു ക്യാമറ മേടിക്കണം. ഇന്റർനാഷണൽ അല്ലാതെ അമേരിക്കനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മലയാളം ചാനലായിരുന്നു. അവർക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഡിഷ് വെച്ചായിരുന്നു മലയാളം ആളുകൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ MCN എന്ന് പറഞ്ഞ ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബോക്സ് കണക്ട് ചെയ്തിട്ട് എല്ലാ ചാനലുകളും കേരളത്തിലെ എല്ലാ ചാനലുകളും കാണുന്നതിനോടൊപ്പം തന്നെ MCN എന്ന് പറഞ്ഞ ഒരു ചാനലും കൂടി അവർ സെപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്തു, അമേരിക്കയിലെ വിശേഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരംഭം കുറിച്ച് ആദ്യം ഒരു ക്യാമറ മേടിച്ചിട്ട് എങ്ങനെയാണ് ഓണാക്കണേന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനത് ഇവിടെ എൻ്റെ സുഹൃത്തായിട്ട് സന്തോഷേട്ടനാണ് വിളിച്ച് മണിക്കൂറുകളോളം, എൻ്റെ ഒരു ഗുരു, ആദ്യത്തെ ഒരു ഗുരു സന്തോഷേട്ടൻ എന്ന് തന്നെ പറയേണ്ടി വരും. സന്തോഷ് മാമൻ എന്ന് പറഞ്ഞാലാണ് ജനങ്ങൾക്ക് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് സന്തോഷ് മാമൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഏത് സമയത്ത് വിളിച്ചാലും ഒരു ഫോൺ എടുക്കും. മണിക്കൂറുകളോളം എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തന്നും. കാരണം അന്ന് അവിടെ ആരുമായിട്ട് പരിചയമില്ല. അപ്പോൾ ആരോടും ചോദിക്കാനോ ഇത് എങ്ങനെയാണ് ക്യാമറ ഉപയോഗിക്കണതെന്ന് ആരോടും ചോദിക്കാനുള്ളൊരു അവസരം അവിടെ എനിക്കില്ല. കാരണം അതനുസരിച്ചുള്ള പരിചയങ്ങളില്ല ആ സമയത്ത്. അങ്ങനെ പഠിച്ചു. പിന്നെ ആദ്യം MCNലൂടെ ആരംഭം കുറിച്ചു. പിന്നെ ശാലോം TV പ്രത്യേക ട്രെയിനിങ് തന്നു. 3-4 വർഷത്തോളം ശാലോം TVയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശാലോം TVയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റിലേക്ക് അവസരം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഏഷ്യാനെറ്റിലൂടെ കയറി. ആദ്യം ഏഷ്യാനെറ്റിലെ US വീക്കിലി റൗണ്ടപ്പ് എന്നുള്ള പ്രോഗ്രാം ഞാൻ ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ ഞാനായിരുന്നു. അതിനുശേഷം അമേരിക്കൻ കാഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 60 എപ്പിസോഡ് എഡിറ്റിംഗ് അടക്കം 1/2 മണിക്കൂറിൻ്റെ സ്ലോട്ട് ഞാൻ തന്നെയാണ് അത് ഫുൾ ചെയ്തുകൊണ്ടിരുന്നത്. 60 എപ്പിസോഡ് അത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് US വീക്കിലി റൗണ്ടപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അമേരിക്ക ഈ ആഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാം, അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു 4-5 പ്രാവശ്യം, അത് ഏഷ്യാ ന്യൂസിൻ്റെ ഓൺ പ്രോഗ്രാമാണ്, 4-5 പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരാഴ്ചയിൽ. മീഡിയ പ്രവർത്തനത്തിനിടയിൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? അല്ല, എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം മറക്കാനാവാത്ത സംഭവങ്ങൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു മേഖലയിലല്ല ഞാൻ നിൽക്കുന്നത്. കാരണം പണ്ട് ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് ഏഷ്യാ ന്യൂസ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് ബൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാഗിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിൽ മുഖം വരുമല്ലോ. കാരണം എനിക്ക് അത്രയ്ക്ക് ആരാധനയായിരുന്നു ഈ ന്യൂസ് മേഖലയിൽ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ആ മേഖലയ്ക്ക് ഞാൻ അറിയാതെ തന്നെ കടന്നു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മറക്കാനാവാത്ത കാര്യം എന്ന് വെച്ചാൽ
ട്രംപിൻ്റെയും മോദിയുടെയും കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാൻ അപ്രതീക്ഷിതമായി കിട്ടിയൊരു അവസരം, അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. കാരണം മോദി ഹൂസ്റ്റണിൽ വന്ന സമയത്ത് കൃഷ്ണകിഷോറും ഞാനും കൂടി അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ പാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വരെ പോകാൻ തക്ക വിധത്തിലുള്ള പാസ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് ഇലക്ഷൻ്റെ സമയമായിരുന്നു. അപ്പോൾ ട്രംപ് മോദിയോട് പറഞ്ഞു, നമുക്ക് ഈ ഗ്രൗണ്ട് ഒന്ന് ചുറ്റി കറങ്ങി വരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് അവരുടെ സെക്യൂരിറ്റീനെ ഭേദിച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് എല്ലാം മാറും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഐഡിയ ഉണ്ട്, ഞങ്ങൾ മാറണം എന്തിനാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലേക്ക് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൈ പൊക്കി പിടിച്ചിട്ട് ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ഫ്രെയിമിൽ തന്നെ ഞങ്ങളെ 3 പേരും കൂടി കിട്ടി. ഞാൻ ഫോട്ടോ എടുക്കുകയും ചെയ്തു. അത് ഒരിക്കലും ഞാൻ ചിന്തിച്ചൊരു സംഭവമല്ല. പിന്നെ ആ വളർന്നു വന്ന ഈ വഴികളിലെ ഓരോ നിമിഷങ്ങളും എല്ലാം എനിക്ക് അതിശയമായിട്ട് തന്നെയാണ് തോന്നിയേക്കണം. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചേക്കണ ഒരു ഫീലിലല്ല ഇപ്പം ഞാൻ ചെയ്തു.